ഫാസ്റ്ററാണ് പോലും ഫാസ്റ്റർ. നീ നോട്ടം പോകുന്നില്ലേ? ഉണ്ട് പാസ്റ്റർ. ഞാൻ വിചാരിച്ചു നീ വല്ല പ്രച്ഛന്ന വേഷമെടുത്തതിനും പോയിരിക്കും. ഈ വന്ന നാട്ടുകാരെ കൊണ്ട് എന്റെ തന്തയ്ക്ക് വിളിപ്പിക്കും. യൂണിഫോം ഇടറാ. അത് ശരി. ഡ്രൈവറുടെ സീറ്റിന് കാക്കി ഷർട്ട് ഇടണമെന്നാണോ ഡ്രൈവർ കാക്കി ഷർട്ട് ഇടണമെന്നാണോ നിയമം? എന്റെ പൊന്ന അംബ്രോസേ, ഒന്നാമത്തെ ഓട്ടം കുറവാ. അതിനിടയ്ക്ക് നീ ഈ കോലത്തിൽ ഓട്ടോ ഓടിക്കുകയും കൂടെ ചെയ്താ പേടിച്ച് നാട്ടുകാരനകത്തിട്ട് കയറുകൂടാ. ആരായി ഡ്രസ് മേടിച്ചേ? ഞാൻ തന്നെയാ. നീയാ? പ്രൈസ് ദി ലോർഡ്. പപ്പ ഞാൻ പോവാന്ന് കേട്ടോ. ആ ചോപ്പ് നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഒരു കലത്തിന്റെ കൂടെ കുറവുണ്ടായിരുന്നു. അത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് പാടത്ത് നിർത്താമായിരുന്നു. വീട്ടിലായിരുന്ന കൊണ്ടാണോ ഷർട്ട് നല്ലതാന്ന് പറയാഞ്ഞേ? എന്നാന്ന്? അല്ല, ഷർട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഏത് ഷർട്ട്? ഈ ചുവന്ന ഷർട്ട്. ഓ അതോ, ഞാൻ പറഞ്ഞല്ലോ പാടത്ത് കൊണ്ടുപോയി കോലായിട്ട് വെക്കാൻ കൊള്ളാമെന്ന്. ഓ തമാശ. എന്നാ തമാശ? ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞ്. തലയ്ക്ക് വെളിവുള്ള ആരെയും ഇങ്ങനത്തെ ഡ്രസ് ഇടുവോ? അപ്പൊ ഇന്നലെ പറഞ്ഞതോ ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്ന്? എന്നാന്ന്? തനിക്ക് ചുവപ്പ് കളർ ചേരുമെന്ന് ഞാൻ പറഞ്ഞുന്നോ? തനിക്ക് എന്നാ വട്ടാന്നോ? ഓ ഓർമ്മയില്ല അല്ലേ? ഇന്നലെ രാവിലെ ഇതുപോലെ പോകുമ്പോ എന്റെ കൂളിംഗ് ഗ്ലാസ് നന്നായിട്ടുണ്ടെന്നും ചുവപ്പ് കളർ എനിക്ക് നന്നായിട്ട് ചേരുമെന്നും ശില്പയാ പറഞ്ഞത്. ഞാനോ? ആ. ഓ അംബ്രോസേ, അത് ഇയാളോട് അല്ലായിരുന്നു. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചതാ ബ്ലൂടൂത്ത് വഴി. ഐ എം സോറി. ഫ്രണ്ടിനോടോ? പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നെ പൊട്ടനാക്കും അല്ലേ? ഓ തനിക്ക് ബോധമില്ലേ? ഞാൻ സംസാരിച്ച തന്നോടല്ലായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു. ചുമ്മാ ഷർട്ട് കൊള്ളാം ഗ്ലാസ് കൊള്ളാം എന്നൊക്കെ പറയാൻ എനിക്ക് വട്ടില്ല. യൂസ്ലെസ് ഫെല്ലോ. ഇതാ ബ്ലൂടൂത്ത്. ഇത് ചെവിയിൽ വെച്ച് എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഇയാള് കേട്ടത്. അല്ലാതെ തന്നോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ തന്റെ കാമുകിയൊന്നുമല്ലല്ലോ. ഓരോ വിഡ്ഢിവേഷം കിട്ടി ഇറങ്ങിക്കോളൂ. അല്ല പിന്നെ അവളുടെ അപ്പനെ കെട്ടിക്കാരുണ്ടാക്കിയ ഒരു ചുവന്ന ഷർട്ട് അവസാനം അവള് പറഞ്ഞിട്ട് പോയൊരു ഡയലോഗ് ഉണ്ട്. അതെന്റെ കാതില് പിന്നെ പിന്നെ മുഴങ്ങുക. അത്രയ്ക്കും നല്ല ഡയലോഗ് ആണോടാ അത്? അവളെ കൊണ്ട് എനിക്ക് പറയിക്കണോടാ. ആംബ്രോസ് ഏട്ടാ, നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങൾ എന്റെ കാമുകനാണ്, ഞാൻ പറയിക്കോടാ. അല്ല, അതിനെന്നേലും വഴിയുണ്ടോ? അത് നീ എന്നോടാന്നോ ചോദിക്കുന്നേ? നിന്റെ ദൃഢപ്രതിജ്ഞ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നീ വല്ല വഴിയും കണ്ടു കാണുമെന്ന്. എന്റെ മുന്നിൽ ഇനി പെരുവഴി മാത്രം ഉള്ളടാ. ഒരു വഴിയുണ്ട്. എന്ത് വഴി? അല്പം വളഞ്ഞതാ, ശരി കാശ് മുടക്കുണ്ട്. ഞാൻ ബ്ലേഡ് എടുക്കോടാ. മീട്ടുക്കൻ, ഇത് സിബി വേണ്ട. അവ സമ്മതിക്കല. വേണ്ട. എന്താ വഴി? കീറുപാപ്പൻ. എന്ത് കീറുപാപ്പൻ? കൊടും ക്രൂരൻ. ആരാ? പാപ്പൻ സാറെ കാണാൻ വന്നതാ. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ആ വെയിറ്റ് ചെയ്യ്. ഓ പ്രശ്നങ്ങൾ പറയാം ചുരുങ്ങിയ വാക്കുകളിൽ. ദീർഘഭാഷണങ്ങൾ എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്താ താമസം? പ്രശ്നം പ്രേമാന്നേ. പെൺകുട്ടിക്ക് ഇവനോട് ഇഷ്ടം അങ്ങ് തോന്നണം. ഇതിപ്പോൾ ഒരു ചീട് പ്രണയ വിഷയമാണല്ലോ.
പഴയ സിനിമകളിൽ നിന്ന് ടെക്നിക്കുകൾ അടിച്ചു മാറ്റാം. ഇംഗ്ലീഷ്, കൊറിയൻ, ചൈനീസ്, തായ് സിനിമകളിലാണെങ്കിൽ റേറ്റ് കൂടും. കൂതറ മലയാള സിനിമയിലെ ടെക്നിക്കുകളാണെങ്കിൽ റേറ്റ് കുറയും. ഏത് വേണം? Which do you want? മലയാളം മതി. Poor മലയാളം. ചീറോ ചീറോ ചവൻ. നായികയ്ക്ക് നായകനോട് പ്രേമം തോന്നണം. 80-90 കാലഘട്ടം മലയാള സിനിമ ചീപ്പ് റേറ്റ് ആണ്. മോൾ തന്ത്രം മതി. യെസ് ബോസ്. ഓഫ് കോഴ്സ്. ബോസ്, നായികയെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന വില്ലൻ, നായികയെ രക്ഷിക്കാൻ വില്ലനെ നേരിടുന്ന നായകൻ, വില്ലൻ പരാജയപ്പെടുന്നു. അപ്പോൾ നായികയ്ക്ക് നായകനോട് പ്രേമം, ആരാധന. പെൺകുട്ടികളെ വളയ്ക്കാൻ ഒരു കാലത്ത് സജീവമായി ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണിത്. ഇപ്പോൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല ബോസ്. ഗുഡ്, വെരി വെരി ഗുഡ്. പിന്നെ 5000 കാശ്, ആളുടെ പേര്, സ്വഭാവം, തൊഴിൽ, പിന്നെ സഞ്ചരിക്കുന്ന വഴി, കൃത്യം നടത്തേണ്ട ദിവസം ഒക്കെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത് രസീത് വാങ്ങണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും അവിടെ നിന്ന് പറയൂ. എവിടെ? ദാ അവിടെ. Look. നീ എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെയും കൊണ്ട് ചന്തമുക്ക് വഴി വരിക. അവിടെ ആലമ്മൂട് വളവിൽ നമ്മുടെ ആളുകൾ ഒരു വെള്ള ഒമിനിയിൽ കാത്തുകിടക്കും. ഓട്ടോക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തുക. ഓടിച്ചൂട്. എന്നാ പറ്റി? അറിയില്ല, എന്താന്ന് നോക്കട്ടെ. ഓ, വണ്ടി നമ്പർ K7G666. നമ്മൾ നിയോഗിക്കുന്ന ഒരു വിശ്വസ്തൻ ഈ സമയം നമ്മളുടെ കയ്യിലുള്ള ബാഗോ സഞ്ചോ എന്താണെന്ന് വെച്ചാൽ തട്ടിയെടുത്തോടാൻ ശ്രമിക്കും. ഞാൻ തന്നോട് അപ്പഴേ പറഞ്ഞതല്ലേ ഈ വഴി കൂടി വരണ്ടാന്ന്. അതെങ്ങനാ പറഞ്ഞാ കേക്കണ്ടേ? നന്നാക്കാൻ പോലും ഈ ഭാഗത്ത് ആരും കിട്ടുകയല്ല. നാശം പിടിക്കാനായിട്ട് അവനെ തല്ലി തോൽപ്പിക്കുന്നതായി കാണിച്ച ബാഗ് തിരിച്ചെടുത്ത് അവളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുക. ഓക്കേ? എന്തു പറ്റി? അറിയില്ല, വണ്ടി ഓഫായി പോയി. പാസഞ്ചർ ആണോ? പാസഞ്ചർ ആണോന്ന് കിട്ടിപ്പോയി. ഞാൻ തരികയില്ല. ഇന്ന് അവളുടെ മുമ്പിൽ സ്റ്റാറാണ്. വിടാൻ. വേഗം വാടാ. കൊന്നല്ലേ. അവളെ കാണരുത്. ഒളിച്ചിരിക്കുന്നോടാ ആണെന്ന് പറഞ്ഞ് നാണില്ലേ? ഇന്നൊരട്ടി സീൻ കാണണം. അയ്യേ, ഒരു കോപ്പ് നടക്കില്ലെന്നെ. ഒന്നും നടന്നില്ല, കുഴപ്പമില്ലായിരുന്നു. ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു അയാൾക്ക്. തീർന്നാ? എടാ, മനുഷ്യന് ഇച്ചിരി സംസ്കാരം. അതെ, എനിക്ക് ഇച്ചിരി സംസ്കാരം കുറവാ. ഞാൻ അതങ്ങ് സഹിച്ചു. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഉണ്ടാക്കിയിട്ടില്ലേ അങ്ങേര്? അയാളെ പറഞ്ഞാ മതി. ഇവൻ എന്റെ തന്തയല്ലേ പറഞ്ഞു? അതെ അതെ. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. വല്ലതും നടന്നോ? നടന്നു. മനുഷ്യർ ഉറക്കം കളഞ്ഞ് അവന് കഷ്ടപ്പെട്ട് നോക്കാൻ പറ്റിയല്ല. എല്ലാം അറിയണം. ഗുഡ് നൈറ്റ്. എടാ, ആണുങ്ങൾ അയച്ചൊരു ധൈര്യമൊക്കെ വേണം. നമ്മുടെ മുമ്പിൽ വെച്ചൊരു പെൺകുട്ടിയുടെ പേഴ്സ് എടുത്തും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയാ ഒന്ന് സഹായിക്കാൻ പോലും നിൽക്കാതെ പേടിച്ച് ഓട്ടർഷയ്ക്കകത്ത് ഒരു ഒളിച്ചിരിക്കാൻ വേണ്ടത്. പ്രൈസ് ദ ലോർഡ്. നല്ല തണ്ണുതടിയൊക്കെ ഉണ്ടല്ലോടാ. അത് പുറത്തു മാത്രം പോരാ, മനസ്സിലും വേണം. അല്ല, നാളെ ഏതെങ്കിലും ഒരുത്തിന് എങ്ങനെയാടാ അയാളുടെ മോളെ നിന്നെ പിടിച്ചേൽപ്പിക്കുന്നേ? അത് പിന്നെ മുണ്ട് കീറിപ്പോയപ്പോ
മണ്ടി കീരിപ്പഴപ്പ അയ്യേ പോ ശില്പേ 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 മരിയൻ കോളേജ്. ഒളിച്ചോരാ അയ്യോ അംബ്രോസേ കുല്ലുടി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ഛേ